ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സഭയിൽ എത്രയോ കാര്യങ്ങൾ കണ്ടത് അങ്ങനെയാണ് സർ. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പൊ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയുന്നത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്. ഗോവിന്ദൻ മാഷ് ഈ സഭയിൽ ഇല്ലാത്തത് ഒരു വലിയ നഷ്ടമാണ് സാർ. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞത് പാവങ്ങളൊന്നൊരു വാക്കിന് മലയാള നിഘണ്ടുവിൽ ഇല്ലെന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇല്ലാണ്ടായി. അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. ചിഞ്ചു റാണിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടന്നപ്പോൾ കൂട്ടിക്കിടക്കുന്ന ആളുകൾ പോലും ചെയ്യരുതേ എന്നാണ് സാർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ മൃഗങ്ങൾ പോലും ഇത്രമാത്രം പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് സാർ. വീണ ജോർജ് മന്ത്രി, അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ലോകത്താദ്യമായി വെന്റിലേറ്ററിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ആദ്യത്തെ ആളാണ്. പിന്നെയുള്ളത് റോഷി ജയസണ്, കേരള കോൺഗ്രസിന്റെ നേതാവ്. പാവം ആ ജോസ് കെ മാണിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഒരു പരുവത്തിലാക്കി നിൽക്കുകയാണ്. അപ്പൊ അധികം താമസിക്കാതെ കേരള കോൺഗ്രസ് റോ എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ടാകും. റോഡിലിറങ്ങാൻ ആളില്ലെങ്കിൽ റോ പാർട്ടി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ പി രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. സാർ, ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും. പക്ഷെ എഴുതാനിരിക്കുന്ന ആ പിള്ളേരെന്ത് ചെയ്യാനും സാർ? അവർക്ക് വൈകിട്ട് എഴുതി കൊടുത്തില്ല, അങ്ങ് അവരെ പുറത്താക്കില്ലേ? പിന്നെ ഉള്ളത് അബ്ദുൾ റഹ്മാനാണ്. അദ്ദേഹത്തോട് നന്ദി പറയട്ടെ സാർ. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്നു. PT ഉഷ ഓടിയേക്കാളും വേഗത്തിൽ ഓടി തിരൂര് പോയി മത്സരിച്ചപ്പോൾ നമ്മുടെ കുറുക്കോളി മെയ്തീനുണ്ട്. അദ്ദേഹത്തിന്റെ